സ്റ്റുഡൻസ് സെക്കൻഡ് സെമിസ്റ്ററിലെ മൈനറാണ് MAT 2MN 102 കാൽക്കുലസ് ആൻഡ് മെട്രിക്സ് ആൾജിബ്ര. ഇതിൻ്റെ വീഡിയോസിലേക്കാണ് നമ്മൾ കടക്കുന്നത്. മൊഡ്യൂൾ 4 മെട്രിക്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. മെട്രിക്സ് ആൾജിബ്രയാണ്. എന്താണ് ഒരു മെട്രിക്സ് എന്ന് പറഞ്ഞാൽ? മെട്രിക്സ് പറഞ്ഞാൽ ഇറ്റ്സ് എ റെക്റ്റാങ്കുലർ അറേഞ്ച്മെൻറ്റ്. റോസും കോളംസ് ആയിട്ടുള്ള ഒരു അറേഞ്ച്മെൻറ്റാണ്. ഇതിൽ മിക്കവാറും നമ്പേഴ്സാണ് വരിക. നമ്പേഴ്സ് ഇപ്പോൾ ക്യാപിറ്റൽ ലെറ്റേഴ്സാണ് ഒരു മെട്രിക്സിനെ ഡിനോട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അപ്പം ഇങ്ങനെയുള്ള സ്ക്വയർ ബ്രാക്കറ്റോ ഓപ്പൺ ബ്രാക്കറ്റോ അല്ലെങ്കിൽ ക്ലോസ്ഡ് ആയ ബ്രാക്കറ്റോ ഒക്കെ ഉപയോഗിക്കാം മെട്രിക്സിന്. അപ്പോൾ ഇവിടെ ഈ ഫസ്റ്റ് റോ എന്നുള്ളതിന് എപ്പോഴും ആ എലമെൻറ്റിനെ കാണിക്കാൻ വേണ്ടി നമ്മൾ AIJ എന്നിടും. AIJ എന്നിടുമ്പോൾ I എന്നുള്ള ഫസ്റ്റ് സഫിക്സ് രണ്ട് A11 ആകുമ്പോൾ അല്ലെ A12 ആകുമ്പോൾ 1 2 എന്നില്ല. അതിൽ ആദ്യത്തേതാണ് റോയിനെ കാണിക്കുന്നത്, രണ്ടാമത്തെ കോളത്തിലാണ്. അപ്പോൾ A12 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് റോയിലാണ്, സെക്കൻഡ് കോളത്തിലാണ്. ശരി. അപ്പോൾ ഫസ്റ്റ് റോയിലുള്ള എലമെൻറ്റ്സിനൊക്കെ നമ്മൾ 1ലാണ് തുടങ്ങുക. A11 A12 1. സെക്കൻഡ് റോയിലൊക്കെ 2ലാണ് തുടങ്ങുക. A22 A21 A22 എക്സെട്ര A2n. അപ്പോൾ AM1 എന്ന് തുടങ്ങിയാൽ അത് mth റോ ആണ്. പിന്നെ കോളാണ് രണ്ടാമത് വരുന്നത്. ഫസ്റ്റ് കോളത്തിലാണ് രണ്ടാമത് സഫിക്സ് 1 ആയിരിക്കും എല്ലാം. സെക്കൻഡ് കോളത്തിൽ രണ്ടാമത് സഫിക്സ് 2 ആയിരിക്കും. ഇങ്ങനെ nth കോളത്തിൽ രണ്ടാമത് സഫിക്സ് n ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ m റോസും n കോളംസും ഉണ്ടാവും. അപ്പോൾ ആ മെട്രിക്സിനെ നമ്മൾ അതിൻ്റെ സൈസ് എന്ന് പറയും. അതിൻ്റെ സൈസ് m/n ആണ് പറയുക. അപ്പോൾ എഴുതുക m/n ആണ്. അപ്പോൾ അത് അതിന് m/n വായിക്കും. m റോസും n കോളംസ്, അതാണ് ഒരു മെട്രിക്സിൻ്റെ സൈസ് എന്ന് പറയുന്നത്. സൈസ്. ഓക്കെ. ഇനി ഈ മെട്രിക്സിൻ്റെ ഏതെങ്കിലും മെട്രിക്സിൽ നമുക്ക് ഏതെങ്കിലും ഒരു കോളം മാത്രം എടുത്താൽ അതിനെ കോളം മെട്രിക്സ് അല്ലെങ്കിൽ കോളം വെക്റ്റർ എന്ന് പറയും. ഒറ്റൊരു കോളം മാത്രം. അല്ലെങ്കിൽ ഏതെങ്കിലും റോ മാത്രം എടുത്താൽ അതിന് റോ വെക്റ്റർ, റോ മെട്രിക്സ് പറയും. റോ. അപ്പോൾ ഒരു റോയേ ഉണ്ടാവും. അപ്പോൾ 1 ആദ്യത്തെ 1 ആയിരിക്കും ഒരു റോ. പക്ഷേ കോളംസ് n എണ്ണമുണ്ട്. ഇവിടെ 1/n വേണമെങ്കിൽ അതിൻ്റെ സൈസ് പറയാം. ഇവിടെ കോളം മെട്രിക്സ് ആകുമ്പോൾ ഒരു കോളം ഉണ്ടാവും. ഒരു കോളം m/n 1 ഒരു കോളം. പക്ഷേ m റോസ് ഉണ്ടാവും. ഓക്കെ. ഇങ്ങനെയാണ് അതിൻ്റെ ഫോം കണ്ടാൽ തന്നെയാണ് ഇത് കോളമായിട്ടാണ് ഉണ്ടാവുക, മറ്റേ റോ ആയിട്ടാണ് ഉണ്ടാവുക. പിന്നെ കോളം വെക്റ്റർ, റോ വെക്റ്റർ അല്ലെങ്കിൽ കോളം മെട്രിക്സ്, റോ മെട്രിക്സ് എന്ന രൂപത്തിൽ പറയും. പിന്നെ സാധാരണ രണ്ട് മെട്രിക്സ് ഈക്വൽ ആവണമെങ്കിൽ രണ്ടും ഒരേപോലെ ആയിരിക്കണം. അതിൻ്റെ കറസ്പോണ്ടിങ് എൻട്രീസ് ഈക്വൽ ആയിരിക്കും അല്ലേ? രണ്ട് മെട്രിക്സ് ഈക്വൽ ആവണമെങ്കിൽ ആദ്യത്തെ മെട്രിക്സിൽ ഫസ്റ്റ് എന്താ വരുന്നത് അതിനായിരിക്കും രണ്ടാമത്തെ മെട്രിക്സിൽ ഫസ്റ്റ് വരുന്ന നമ്പർ. ആദ്യത്തെ മെട്രിക്സിൽ ഫസ്റ്റ് റോയിൽ രണ്ടാമത് വരുന്നത് എന്താണോ അതിനായിരിക്കണം രണ്ടാമത്തെ മെട്രിക്സിൻ്റെ ഫസ്റ്റ് റോയിൽ രണ്ടാമത് വരുന്നത്. അങ്ങനെ കറസ്പോണ്ടിങ് പൊസിഷൻസിലുള്ള എലമെൻറ്റ്സ് ഈക്വൽ ആണെങ്കിൽ രണ്ട് മെട്രിക്സ് ഈക്വൽ ആണെന്ന് പറയും. കണ്ടാൽ തന്നെ രണ്ടും ഒരേ മെട്രിക്സ് ആയിരിക്കും. അതാണ് ഈക്വൽ മെട്രിക്സ് പറയുന്നത്. ഇനി രണ്ട് മെട്രിക്സ് എങ്ങനെ സമ്മപ്പ് ചെയ്യും എന്നുള്ളതാണ്. സം ചെയ്യുക എങ്ങനെയാണ്, സബ്ട്രാക്ട് ചെയ്യുക എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങൾ എളുപ്പത്തിൽ പറയാൻ പറ്റും. അപ്പോൾ ഇതൊരു മെട്രിക്സാണ്, ഇത് വേറൊരു മെട്രിക്സാണ്. ഒരേ സൈസ് ആയിരിക്കണം. ഇത് 2/3 ആണ്, ഇതും 2/3 ആണ്. അപ്പോൾ ഇത് ആഡ് ചെയ്യുമ്പോൾ A+B എന്ന് പറയുന്ന മെട്രിക്സ് ഉണ്ടെങ്കിൽ ഇവിടെയുള്ള പൊസിഷനിൽ രണ്ട് നമ്പർ ആഡ് ചെയ്യുക. 2 + 4 ഉണ്ടാവും. അടുത്ത പൊസിഷനിൽ -1 + 7 അങ്ങനെ ആഡ് ചെയ്ത് പോകണം. ഇതാണ് ആഡ് ചെയ്യാനുള്ളത്. ഇതേപോലെ സബ്ട്രാക്ട് ചെയ്യാനും. A-B എന്ന് പറഞ്ഞാൽ എന്താണ്? ആദ്യത്തെ പൊസിഷനിൽ രണ്ടാമത്തെ പൊസിഷനിലെ ആദ്യത്തെ മെട്രിക്സിലെ ഫസ്റ്റ് പൊസിഷനിൽ രണ്ടാമത്തെ മെട്രിക്സിലെ ഫസ്റ്റ് പൊസിഷൻ കുറയ്ക്കുക. അതാണ് 2 - 4 ആണ് ആദ്യം എഴുതേണ്ടത്. അടുത്ത -1 - 7 അതാണ് അടുത്ത്. പിന്നെ 3 - -8 ഇവിടെ ഇങ്ങനെ എഴുതണം. ഇതാണ് രീതി. ഓക്കെ. മെട്രിക്സിൻ്റെ അഡീഷനും സബ്ട്രാക്ഷനും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി വേറെ തരത്തിലുള്ള ഒരു ഓപ്പറേഷനാണ്. ഇതിൽ നേരത്തെ രണ്ട് മെട്രിക്സാണ് ഉള്ളത്. രണ്ട് മെട്രിക്സും ആഡ് ചെയ്യുക അല്ലെങ്കിൽ സബ്ട്രാക്ട് ചെയ്യുക. ഇവിടെ ഒരു മെട്രിക്സും ഒരു നമ്പറും. ആ നമ്പറിന് സ്കേലാർ എന്ന് പറയും. ഇപ്പോൾ K എന്ന് പറഞ്ഞാൽ സ്കേലാറാണ്. സ്കേലാർ എന്ന് പറഞ്ഞാൽ ഒരു നമ്പർ 2 ആവാം, -2 ആവാം, ഏതും ആവാം. അതിനുള്ള നമ്പറാണ്. പക്ഷേ A എന്ന് പറഞ്ഞാൽ മെട്രിക്സാണ്. അപ്പോൾ നേരത്തെ മെട്രിക്സ് ഉണ്ടല്ലോ A11 A12 എക്സെട്ര അങ്ങനെ എഴുതിയല്ല മെട്രിക്സ്. അതിനൊരു K കൊണ്ട് ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മെട്രിക്സിനുള്ളിൽ എല്ലാറ്റിനെയും മൾട്ടിപ്ലൈ ചെയ്യും. അതാണ് അതിൻ്റെ അർത്ഥം. എല്ലാറ്റിനെയും മൾട്ടിപ്ലൈ ചെയ്യും.
ഇപ്പോൾ എ എന്ന് പറഞ്ഞ മെട്രിക്സ് നേരത്തെ ഉണ്ട്, അതിനെ 3 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്തെങ്കിൽ 3 കൊണ്ട് എല്ലാ എലമെൻറ്റിനെയും 3 × 2 3 × -1 3 × ഇങ്ങനെ എല്ലാ എലമെൻറ്റിനെയും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതാണ് അതിൻ്റെ അർത്ഥം. ഇനി നെഗറ്റീവ് ഓഫ് ദ മെട്രിക്സ് പറഞ്ഞായിട്ട് മൈനസ് ചെയ്യുന്ന, അതിൻ്റെ അർത്ഥം -1 × a എന്ന, -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് തുല്യമായിരിക്കും. അത് ചിഹ്നം അങ്ങോട്ട് മാറ്റും. ഇപ്പോൾ എയിൽ എന്താണോ ചിഹ്നം 2 ആണെങ്കിൽ അത് -2 ആവും. -1 × 2 എന്നുള്ളതാണ്. -1 ആണെങ്കിൽ 1 ആവും. അങ്ങനെ ചിഹ്നം മാറി വരും. ഇതാണ് നെഗറ്റീവ് ഓഫ് എ മെട്രിക്സ്. ഒരു മെട്രിക്സ് അതിൻ്റെ നെഗറ്റീവ് ആഡ് ചെയ്യുമ്പോഴേക്ക് അത് 0 മെട്രിക്സ് ആയിപ്പോവും. എല്ലാ എൻട്രീസും 0 ആവുന്നതിനാണ് 0 മെട്രിക്സ് എന്ന് പറയുന്നത്, അല്ലേ? ഒരു മെട്രിക്സ് അതിൻ്റെ നെഗറ്റീവ് മെട്രിക്സ് ആഡ് ചെയ്യുമ്പോൾ 0 മെട്രിക്സ് ആയിട്ട് മാറും. ഓക്കെ, എന്നുവെച്ചാൽ ഈ പറയുന്ന മെട്രിക്സ് അഡിഷനും അതുപോലെ സ്കെലാർ മൾട്ടിപ്ലിക്കേഷനൊക്കെ ചില സാധാരണ പ്രോപ്പർട്ടീസാണ്. സാധാരണ നമ്പേഴ്സ് പോലെ വിചാരിച്ചാൽ മതി. അതിന് നമ്പർ ആദ്യത്തെ നമ്പർ രണ്ടാമത്തെ എഴുതാനും തിരിച്ച് ആഡ് ചെയ്താലും ഒരേ ആൻസറാണ്. A+B ആയാലും B+A ആയാലും ഒരേ മെട്രിക്സാണ്. പിന്നെ ഓർഡർ ആഡ് ചെയ്യുന്ന 3 മെട്രിക്സ് ഓർഡർ ആഡ് ചെയ്യുന്ന ഓർഡർ രണ്ടാമത്തെ മൂന്നാമത്തെ ആഡ് ചെയ്തൊരു കിട്ടിയ മെട്രിക്സിനോട് ആദ്യത്തെ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ആദ്യത്തെ രണ്ടാമത്തെ ആഡ് ചെയ്ത് കിട്ടുന്ന മെട്രിക്സിനോട് മൂന്നാമത്തെ ആഡ് ചെയ്യാം. ഇതിനാണ് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയും. ഇത് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയും. പിന്നെ 0 മെട്രിക്സ് ആണ്. 0 മെട്രിക്സ് ഏത് മെട്രിക്സിനോട് ആയതിൽ അതേ മെട്രിക്സ് കിട്ടും. മനസ്സിലായി? A+0 മെട്രിക്സ് 0 മെട്രിക്സ് +A ആയാലും A എന്ന് പറഞ്ഞ മെട്രിക്സ് തന്നെ കിട്ടും. ഓക്കെ, പിന്നെ ഒരു മെട്രിക്സ് കണ്ടു നമ്മൾ A എന്ന് പറഞ്ഞ മെട്രിക്സ് അതിന് നെഗറ്റീവ് മെട്രിക്സ് ആഡ് ചെയ്താലും തിരിച്ച് ആഡ് ചെയ്താലും 0 മെട്രിക്സ് ആയിരിക്കും. ഇവിടെ പറയുന്ന കാര്യം ഒരു മെട്രിക്സും 2 സ്കേലാർസാണ്. അത് ഏത് ഓർഡറിൽ വേണമെങ്കിൽ ആഡ് ചെയ്യാന്നുള്ളതാണ്, അല്ല മൾട്ടിപ്ലൈ ചെയ്യാന്നുള്ളതാണ്. ഇപ്പോൾ 2 × -3 × a എന്നുള്ളത് -3 × 2 × a എന്ന് എഴുതിയാലും കുഴപ്പമില്ല. പിന്നെ 2 × -3 × a എന്ന് എഴുതാം. എങ്ങനെ എഴുതിയാലും ആൻസർ -6a ആയിരിക്കും. അപ്പോൾ ഫ്രീ ടു മൾട്ടിപ്ലൈ. നമുക്കിങ്ങനെ സ്കേലാർസ് തമ്മിൽ എങ്ങനെ വേണമെങ്കിൽ മൾട്ടിപ്ലൈ, കാരണം സ്കേലാർസ് പറഞ്ഞാൽ നമ്പേഴ്സ് അല്ലേ. നമ്പേഴ്സ് എങ്ങനെ വേണമെങ്കിൽ മൾട്ടിപ്ലൈ, k1 × k2 എന്നുള്ളത് മാത്രം മൾട്ടിപ്ലൈ, അല്ലെങ്കിൽ k2 × k1 ആയാലും പ്രശ്നമില്ല. അതാണ് പറയുന്നത്. പർട്ടിക്കുലറായിട്ട് 1 × a എന്ന് പറഞ്ഞാൽ a ആയിരിക്കും. a എന്ന് പറഞ്ഞ മെട്രിക്സിൻ്റെ ആയിരിക്കും. പിന്നെ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി ഉണ്ട്. അതായത് ഒരു 2 മെട്രിക്സിൻ്റെ സമ്മിനെ ഒരു സ്കേലാറിൻ്റെ മൾട്ടിപ്ലൈ ചെയ്യാണ്. അപ്പോൾ അത് ഓരോന്നിനെയും മൾട്ടിപ്ലൈ ചെയ്യാം. k1 × a + k1 × b. തിരിച്ച് സ്കേലാർസിൻ്റെ സമ്മിനെ ഒരു മെട്രിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും തിരിച്ച് അങ്ങനെ തന്നെയാണ്, k1 × a + k2 × a. ഓക്കെ, ഇതിനെ ഡിസ്ട്രിബ്യൂട്ടീവ് ലവേഴ്സ് പറയും. ഇവിടെ 2 മെട്രിക്സിൻ്റെ സമ്മിനെ ഒരു സ്കേലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. തിരിച്ചിവിടെ 2 സ്കേലാർസിൻ്റെ സമ്മിനെ ഒരു മെട്രിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ പ്രത്യേകത. ഓക്കെ, ഇനി ഒരു മെട്രിക്സിലെ പിന്നെ റോസിൻ്റെ എണ്ണവും കോളത്തിൻ്റെ എണ്ണവും ഈക്വൽ ആവും. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് റോസ് ആൻഡ് നമ്പർ ഓഫ് കോളംസ് ആർ ഈക്വൽ. അങ്ങനെയുള്ള മെട്രിക്സ് നമ്മൾ പറയുന്ന പേരാണ് സ്ക്വയർ മെട്രിക്സ്. സ്ക്വയർ നമുക്കറിയാലോ, നീളവും വീതിയും ഈക്വൽ ആവുന്നതിനാണ് സ്ക്വയർ എന്ന് പറയുക. അതുപോലെ തന്നെ അവിടെ അപ്പോൾ ഇവിടെ നീളം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ളത് കോളംസിൻ്റെ എണ്ണം വിചാരിച്ചാൽ, റോസിൻ്റെ എണ്ണം വീതി വിചാരിച്ചാൽ, അപ്പോൾ നീളവും വീതി ഈക്വൽ ആവുന്ന പറഞ്ഞാൽ റോസിൻ്റെ എണ്ണവും കോളത്തിൻ്റെ എണ്ണം ഈക്വൽ ആവുന്നത് സ്ക്വയർ മെട്രിക്സ് എന്ന് പറയും. അപ്പോൾ അത് സൈസ് n കോളംസും n റോസും ഉണ്ട്, n/n മെട്രിക്സ് എന്ന് പറയും. അതിൻ്റെ സൈസ് n/n ആണ് എന്ന് പറയും. അല്ലെങ്കിൽ അതിൻ്റെ ഓർഡർ n എന്ന് പറയും. അങ്ങനെയുള്ള മെട്രിക്സിൻ്റെ ഓർഡർ n എന്ന് പറയും. ഓർഡർ പറയുക എപ്പോഴും സ്ക്വയർ മെട്രിക്സിനാണ്. സ്ക്വയർ മെട്രിക്സിന് രണ്ടും ഒരേ സിമ്പിളല്ലേ, അപ്പോൾ അതുകൊണ്ട് ഓർഡർ n എന്ന് പറയും. ഓർഡർ 2 എന്ന് പറഞ്ഞാൽ 2/2 മെട്രിക്സ്, 2 റോസും 2 കോളംസുള്ള സ്ക്വയർ മെട്രിക്സിനെ ഓർഡർ 2 എന്ന് പറയും. ഓക്കെ, ഒരു റോയും ഒരു കോളമുള്ള മെട്രിക്സ് ഉണ്ടല്ലോ, അതൊരു സ്ക്വയർ അത് സിംഗിൾ എലമെൻറ്റ് മാത്രമേ എഴുതിയിട്ട് മെട്രിക്സിൻ്റെ ചിഹ്നം ഇടണം. അത് 1/1 മെട്രിക്സ് അല്ലെങ്കിൽ ഓർഡർ 1 ഉള്ള മെട്രിക്സ്. ഓക്കെ, ഇനി ഒരു മെട്രിക്സിൻ്റെ മെയിൻ ഡയഗണൽ എന്ന് പറഞ്ഞാൽ ഇതാണ് മെയിൻ ഡയഗണൽ. ഇങ്ങനെയുള്ളത് മെയിൻ ഡയഗണലാണ്. ഇത് അതർ ഡയഗണൽ എന്ന് പറയും. A11 A22 അതിനൊക്കെ മെയിൻ ഡയഗണൽ. വേറെ വലിയ മെട്രിക്സ് ആണെങ്കിൽ A11 A22 A33 ഉണ്ടാവും. ഈ 4 റോസും 4 കോളംസ് ഉള്ള മെട്രിക്സ് ആണ് സ്ക്വയർ മെട്രിക്സ് ആണെങ്കിൽ A11 A22 A33 A4. എന്തായാലും ഡയഗണൽ പറയണമെങ്കിൽ സ്ക്വയർ മെട്രിക്സ് ആയിരിക്കണം. അല്ലാത്ത മെട്രിക്സിന് ഡയഗണൽ കറക്റ്റായിട്ട് കിട്ടില്ല. മനസ്സിലായില്ലേ? അപ്പോൾ റോസിൻ്റെ എണ്ണവും കോളത്തിൻ്റെ എണ്ണവും ഈക്വൽ ആവുക. അല്ലെങ്കിൽ സ്ക്വയർ മെട്രിക്സിനാണ് നമ്മൾ എന്ത് പറയേണ്ടത്? മെയിൻ ഡയഗണലും അതർ ഡയഗണലും പറയേണ്ടത്. ഇത് മെയിൻ ഡയഗണൽ, ഇത് അതർ ഡയഗണൽ. ഓക്കെ, m/n മാട്രിക്സിന് നമ്മൾ സാധാരണയായിട്ട് അതിൻ്റെ റോസ് R1 R2 Rn ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഉപയോഗിക്കും. m റോസ് ഉണ്ടെങ്കിൽ m/n മാട്രിക്സാണ്, m റോസ് ഉണ്ട്. R1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് റോ, അതായത് A11 A12 A1n വരെയുള്ള ആ എലമെൻസിന് മൊത്തം അതാണ് R1. R2 എന്ന് പറഞ്ഞത് രണ്ടാമത്തെ റോ, A21 A22 A23 എക്സെട്ര A2n.
ലാസ്റ്റ് RM എന്ന് പറയാം mth റോ. അതായത് അപ്പോൾ അതെന്തായിരിക്കും, അതൊരു റോ മെട്രിക്സ് പോലെ വിചാരിച്ചാൽ മതി. AM1 AM2 എക്സെട്ര AMN ഇങ്ങനെ. ഇതുപോലെ കോളം, ഓരോ കോളം ഉണ്ട്. അത് കോളം വെക്റ്റേഴ്സാണ്. അതിന് C1 ഫസ്റ്റ് കോളം വെക്റ്റർ C1 എന്ന് പറയാം. അപ്പോൾ അതിലെന്താ ഉണ്ടാവുക, രണ്ടാമത്തെ സഫിക്സ് 1 വരുന്നത് A11 A21 A31 ഇങ്ങനെ AM1. C2 എന്ന് പറഞ്ഞത് രണ്ടാമത്തെ കോളം, അത് രണ്ടാമത്തെ സഫിക്സ് 2 വരുന്നത്. അപ്പോൾ എന്ത് വരും എന്ന് വെച്ചാൽ A12 A22 അങ്ങനെ വരും, A32 ഇങ്ങനെ AM2 ഇങ്ങനെ. ലാസ്റ്റ് CN nth കോളം എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ സഫിക്സ് N വരുമ്പോൾ A1N A2N A3N എക്സെട്ര ലാസ്റ്റ് AMN ഇങ്ങനെയുള്ള എലമെൻറ്റ്സ് വരുന്ന കോളം. ഓക്കെ, ഇങ്ങനെ ഡിനോട്ട് ചെയ്യും. ഇതുവരെ നമ്മൾ മെട്രിക്സ് തമ്മിലുള്ള അഡീഷൻ, സബ്ട്രാക്ഷൻ, അതുപോലെ ഒരു മെട്രിക്സിനെ ഒരു സ്കാലർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്, അതിൻ്റെതായ ചില പ്രോപ്പർട്ടീസ് കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. ഇനി നമുക്ക് രണ്ട് മെട്രിക്സ് തമ്മിൽ എങ്ങനെ പ്രോഡക്റ്റ് എടുക്കാം എന്നുള്ളതാണ്. അപ്പോൾ രണ്ട് മെട്രിക്സ് തമ്മിൽ പ്രോഡക്റ്റ് എടുക്കുമ്പം എപ്പോഴും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത് ആദ്യത്തെ മെട്രിക്സ് AB എന്ന് വിചാരിച്ചു, ക്യാപിറ്റൽ A ഇൻറ്റു ക്യാപിറ്റൽ B. AB എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ A എന്ന് പറഞ്ഞ മെട്രിക്സിനെ ക്യാപിറ്റൽ B എന്ന് പറഞ്ഞ മെട്രിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ക്യാപിറ്റൽ A എന്ന് പറഞ്ഞ മെട്രിക്സിൽ റോയും P എന്ന് പറഞ്ഞ രണ്ടാമത്തെ മെട്രിക്സിലെ കോളം തമ്മിലാണ് മൾട്ടിപ്ലൈ. അതുകൊണ്ട് ആദ്യം നമ്മൾ ഒരു റോയും ഒരു കോളം തമ്മിൽ എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് നോക്കേണ്ടത്. ഇപ്പോൾ ഒരു റോ ഇങ്ങനെയാണ് വിചാരിച്ചത്, A1 to A എന്നാണ്. അതുപോലെ കോളം B1 B2 BM ആണെന്ന് വിചാരിച്ചു, M ആണെന്ന് വിചാരിക്കുക. M റോസ് ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ B1 B2 BM എഴുതുന്നത്. അതുപോലെ റോ മെട്രിക്സ് എഴുതുമ്പോൾ അതിൽ N കോളംസ് ഉണ്ട്, അതുകൊണ്ട് A1 to AN എഴുതി, ഇങ്ങനെ എഴുതി എന്ന് വിചാരിച്ചോ. അപ്പോൾ ഈ എണ്ണവും തുല്യമായിരിക്കും, മനസ്സിലായില്ലേ? അതായത് ഈ എണ്ണം എന്ന് പറഞ്ഞാൽ ശരിക്കും ഓരോന്നിൻ്റെ എണ്ണം എന്ന് പറഞ്ഞാൽ ഇത് ശരിക്കും A1 A2 AN അല്ലേ. അപ്പോൾ അത് കോളത്തിൻ്റെ എണ്ണ ശരിക്കും, ആദ്യത്തെ മെട്രിക്സിലെ കോളത്തിൻ്റെ എണ്ണ. രണ്ടാമത്തെ മെട്രിക്സിലെ C കോളം എടുക്കുമ്പോൾ ശരിക്കും റോസിൻ്റെ എണ്ണ ഇത്, അത് N റോ, അത് രണ്ടും ഈക്വൽ ആയിരിക്കും. അപ്പോൾ രണ്ട് മെട്രിക്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ആദ്യത്തെ മെട്രിക്സിലെ റോയും രണ്ടാമത്തെ മെട്രിക്സിലെ കോളം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളത് കൊണ്ട് തന്നെ ആദ്യത്തെ മെട്രിക്സിൻ്റെ കോളത്തിൻ്റെ എണ്ണവും രണ്ടാമത്തെ മെട്രിക്സിൻ്റെ റോസിൻ്റെ എണ്ണവും ഈക്വൽ ആയിരിക്കണം, എന്നാലേ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റൂ. എന്തായാലും നമ്മൾ ഈ റോയും കോളവും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നത് RC എന്ന് എഴുതും. RC, ഈ റോയും ഈ കോളം മൾട്ടിപ്ലൈ ചെയ്യുന്നത് ഒന്നുമില്ല, കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് മൾട്ടിപ്ലൈ ആഡ് ചെയ്യാം. A1 B1 പ്ലസ് A2 B2 പ്ലസ് A3 B3 ഇങ്ങനെ AN BN, ഇതാണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ, അപ്പോൾ അതൊരു എലമെൻറ്റ് C, ഇത് ആഡ് ചെയ്ത് സമ്മപ്പ് ചെയ്തൊരു നമ്പർ C എന്ന് കിട്ടും, അങ്ങനെ വിചാരിച്ചോ. C അതൊരു 1/1 മെട്രിക്സ് എന്ന് വിചാരിച്ചാൽ 1/1 ഒരു നമ്പറാണ് കിട്ടുക. ഒരു റോയും ഒരു കോളവും മൾട്ടിപ്ലൈ ചെയ്താൽ ഒരു നമ്പറാണ് കിട്ടുക. അത് നമ്മൾ സപ്പോസ് അത് RC എന്ന് ചെയ്യുന്നത്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് 2 - 1 3ഉം 4 9 1ഉം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, 2 × 4 പ്ലസ് -1 × 9 പ്ലസ് 3 × 1, അതാണ് അതിൻ്റെ ആൻസർ. അപ്പോൾ ആൻസർ കിട്ടി ഈ തരത്തിൽ. ഇനി സൈസ് എളുപ്പമാണ്. 6 എന്ന് പറയുന്നത് ഇവിടെ ഫസ്റ്റ് 1 റോ 3 കോളം, അതായത് 1/3. അപ്പോൾ C എന്താ, 3/1, 3 റോസ് 1 കോളം. അപ്പോൾ ഈ ഞാൻ പറഞ്ഞ ആദ്യത്തെ കോളത്തിൻ്റെ എണ്ണം രണ്ടാമത്തെ റോസിൻ്റെ എണ്ണം ഈക്വൽ ആയിരിക്കും. അപ്പോൾ അത് ക്യാൻസൽ ആകുന്ന പോലെ. പിന്നെ ആൻസർ ഇട്ട് 1/1 1/1 അതാണ് ആൻസർ ഇട്ട്, ഒരു നമ്പറാണ് ആൻസർ കിട്ടുക. ഓക്കെ, ഇനി ജനറലായിട്ട് രണ്ട് മെട്രിക്സിൻ്റെ പ്രോഡക്റ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? A × B ഈസ് ഡിഫൈൻഡ് ഇഫ് നമ്പർ ഓഫ് കോളംസ് ഓഫ് A, ആദ്യത്തെ മെട്രിക്സിൻ്റെ കോളത്തിൻ്റെ എണ്ണം ഈക്വൽ ടു രണ്ടാമത്തെ മെട്രിക്സിൻ്റെ റോസിൻ്റെ എണ്ണം ആയിരിക്കണം എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ Aയും Bയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആദ്യത്തെ മെട്രിക്സിൻ്റെ കോളത്തിൻ്റെ എണ്ണം രണ്ടാമത്തെ മെട്രിക്സിൻ്റെ റോസിൻ്റെ എണ്ണം രണ്ടും ഈക്വൽ ആയിരിക്കും. ബാക്കി മാറിയാണ് പ്രശ്നം. അപ്പോൾ M/N N/P, ആൻസർ M/P ആയിരിക്കും. M/P, AB എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ സൈസ് M/P ആയിരിക്കും. അപ്പോൾ അതാണ് ഇവിടെ കാണിക്കുന്നത്. നമ്മൾ A എന്ന് പറഞ്ഞ മാട്രിക്സും B എന്ന് പറഞ്ഞ മാട്രിക്സും മൾട്ടിപ്ലൈ ചെയ്യുന്നത് ആണ് ഇവിടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഇത് A 2 - 3 4 - 1, അതായത് രണ്ട് കോളം. അപ്പോൾ 2 റോയിലുള്ള മെട്രിക്സ് എടുക്കണം മൾട്ടിപ്ലൈ ചെയ്യാൻ.
അപ്പോൾ അത് C1 C2 C3 എന്ന് രണ്ടാമത്തെ മെട്രിക്സിൻ്റെ കോളം ആദ്യത്തെ മെട്രിക്സിൻ്റെ റോസ് ഇത് R1 എന്ന് ഡിനോട്ട് ചെയ്തു, അത് പുറത്ത് എഴുതി, ഇത് R2. രണ്ടാമതൊരു C1 C2 C3 മൾട്ടിപ്ലൈ ചെയ്യുന്നത് വളരെ ഈസിയാണ്. R1 C1 ആണ് ആദ്യത്തെ എലമെൻ്റ് എഴുതേണ്ടത്, പിന്നെ R1 C2 രണ്ടാമത്തത്, R1 C3 മൂന്നാമത്തെ, ഇങ്ങനെ എഴുതണം. പിന്നെ അടുത്ത റോയിലേക്ക് പോകുമ്പോൾ R2 രണ്ടാമത്തെ റോയിലേക്ക് പോകേണ്ടത് R2 വെച്ചിട്ട് R2 C1 R2 C2 R2 C3 ഇങ്ങനെയാണ് ഇതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ. സാധാരണ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പോൾ അതങ്ങനെ പഠിക്കണം. എപ്പോഴും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആദ്യത്തെ മെട്രിക്സിൻ്റെ റോ എഴുതുക, രണ്ടാമത്തെ മെട്രിക്സിൻ്റെ കോളായിട്ട് കണക്കാക്കുക. എന്നിട്ട് കിട്ടുന്ന മെട്രിക്സിൻ്റെ ഫസ്റ്റ് റോ എപ്പോഴും ആദ്യത്തെ മെട്രിക്സിൻ്റെ ഫസ്റ്റ് റോ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്നതായിരിക്കണം. അപ്പോൾ R1 × C1 R1 C2 R1 C3 ഇതാണ് ഫസ്റ്റ് റോ. സെക്കൻഡ് റോ കിട്ടുക സെക്കൻഡ് റോ ഉപയോഗിച്ചിട്ട് R2 C1 R2 C2 R2 C3 ആണ് വിശദമായിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇങ്ങനെയാണ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ചില പ്രോപ്പർട്ടീസൊക്കെ ഉണ്ട് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷന്. ജനറലായിട്ട് എനെ ബി കൊണ്ട് മൾട്ടിപ്ലൈ ആയാലും തിരിച്ച് ബിനെ എ കൊണ്ട് മൾട്ടിപ്ലൈ ആയാലും ഈക്വൽ ആവില്ല. AB നോട്ട് ഈക്വൽ ടു BA, നോട്ട് കമ്മ്യൂട്ടേറ്റീവ്. ചിലപ്പോൾ അത് മൾട്ടിപ്ലൈ ചെയ്യാൻ തന്നെ പറ്റില്ല. AB ചിലപ്പോൾ നിങ്ങൾക്ക് ആൻസർ കിട്ടും, BA മൾട്ടിപ്ലൈ ചെയ്യാൻ തന്നെ പറ്റില്ല. കാരണം ഇവിടെ ഈ BA എന്ന് പറഞ്ഞ് കിട്ടണമെങ്കിൽ ബീൻ്റെ കോളത്തിൻ്റെ എണ്ണോ എയുടെ റോസിൻ്റെ എണ്ണോ ഈക്വൽ ആയിരിക്കും. അത് ചിലപ്പോൾ ആവണമെന്നില്ല, മനസ്സിലായില്ലേ, ആവണമെന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ചിലപ്പോൾ വരാം. അപ്പോൾ നേരത്തെ മെട്രിക്സിൽ തന്നെ നേരത്തെ എടുത്ത മെട്രിക്സ് തന്നെ നോക്കി BA കാണാൻ പറ്റുമോ? ബിയിലെ കോളത്തിൻ്റെ എണ്ണം 3 കോളാണുള്ളത്. അപ്പോൾ എയിൽ 3 റോ വരണ്ടേ? ഇല്ല. അപ്പോൾ BA ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റില്ല. AB നമ്മൾ ചെയ്തു, അപ്പോൾ BA പലപ്പോഴും പറ്റണം തന്നെ ഇല്ല. അങ്ങനെ ചെയ്താൽ തന്നെ പറ്റുന്ന കേസ് ആയാൽ തന്നെ ഈക്വൽ ആവണമെന്നില്ല. അതാണ് മനസ്സിലാക്കുന്നത്. AB നോട്ട് ഈക്വൽ ടു BA. പക്ഷേ അസോസിയേറ്റിവിറ്റി ഹോൾഡ് ചെയ്യും. 3 മെട്രിക്സിൻ്റെ കാര്യത്തിൽ A × B × C എന്ന് ഏത് ഓർഡറിൽ വേണേൽ മൾട്ടിപ്ലൈ ചെയ്യാം. എയിനോട് B × C മൾട്ടിപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ A × B ആദ്യം മൾട്ടിപ്ലൈ ചെയ്തിട്ട് C കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അത് ഹോൾഡ് ചെയ്യും, അത് ശരിയാണ്. പിന്നെ ഡിസ്ട്രിബ്യൂട്ടിവിറ്റി ശരിയാണ്. 3 മെട്രിക്സിന് A × B + C AB AC ഓർഡർ കറക്റ്റ് ആയിരിക്കണം. AB എന്നുള്ള BA എന്നാവാൻ പാടില്ല, AC കറക്റ്റ് ആയിരിക്കണം. ഇനി തിരിച്ച് ഇപ്പുറത്ത് ഇത് ലെഫ്റ്റ് നിന്നല്ലേ മൾട്ടിപ്ലൈ, റൈറ്റ് നിന്ന് മൾട്ടിപ്ലൈ ചെയ്യുന്ന കേസാണെങ്കിൽ B + C × A, അപ്പോഴും BA എന്നാണ് എഴുതേണ്ടത്, BA അല്ലാണ്ട് AB എന്ന് എഴുതുന്നത്, BA CA. ഇതാണ് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ എന്ന് പറയുന്നത്.